Hello everyone, I am Veena Vijayan VK, Assistant Professor, Department of Computer Science, JDT Islam College of Arts and Science. So, today I am discussing the topic decision making statements in C. Then, decision making. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ആസ് എ ഇൻട്രൊഡക്ഷൻ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ദ കൺട്രോൾ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഇൻ എ സി പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാമിങ്ങിൻ്റെ ഫ്ലോവിനെ ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദേ അലൗ എ പ്രോഗ്രാം ടു ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ കണ്ടീഷൻസ്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ദെൻ കണ്ടീഷൻസ് ആർ ദ ഇവാലുവേറ്റ് യൂസിങ് റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ നമുക്ക് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വി മൂവ് ടു ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി. വി ഹാവ് if statement, if else statement, nested if statement, else if ladder and switch statement. First we go to if statement. എങ്ങനെയാണ് ഒരു സിമ്പിൾ ഈഫ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിങ്ങിലേക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാം? ഹിയർ ദ if statement used to execute a block of code when a condition is true. സിൻടാക്സ് പറയുന്നത് if പറയാം, if is a keyword and a keyword is also known as the reserved word. Then every keyword represented as lowercase letters. Then first if condition and next block of code. Then ആ ബ്ലോക്ക് ഓഫ് കോഡിൽ ഉണ്ടാവുക ദ ട്രൂ കേസ് മാത്രമായിരിക്കും. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയാണ് ഒരു സിമ്പിൾ ഈഫ് നമ്മൾ കോഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. സോ ഹിയർ ദ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 10. വി ചെക്ക് ദ എക്സ് ഈസ് പോസിറ്റീവ് നമ്പർ. Then type the equation or syntax. If x is greater than 0, print x is positive. Here first condition test ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ printf എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എക്സ് അവിടെ എന്താണ്, പോസിറ്റീവാണ്. കാരണം നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് എക്സിന് 10 ആണ്. സോ 10 is greater than 0, then only execute the true body or true statement, that is printf x is positive. Okay, then next is type of if else statement. So execute one block if condition is true and otherwise another block. Here നമുക്കിവിടെ രണ്ട് കണ്ടീഷൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് കണ്ടീഷനിലും നമുക്ക് ഔട്ട്പുട്ടിനെ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, if else യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിൽ അതിൻ്റെ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റിൽ പറയുമ്പോൾ ഈഫ്, ദെൻ അത് ഒരു ഓപ്പൺ ക്ലോസിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ പറയുക, അതിൻ്റെ ഉള്ളിൽ ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് എന്താണോ നമ്മൾ ആ ട്രൂ കേസിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. നെക്സ്റ്റ് എൽസ് പറയാം, എൽസിൻ്റെ അകത്ത് അതായത് ഫോൾസ് കേസിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ നേരത്തെ കേസിലാണെങ്കിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഈഫ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, പോസിറ്റീവ് മാത്രമേ പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്ത് ചെയ്തു, നമ്പർ നെഗറ്റീവ് എന്നും കൂടെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതെന്താവും, പോസിറ്റീവ് എന്ന് പ്രിൻ്റ് ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അത് നെഗറ്റീവ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഹിയർ ഇപ്പോൾ നമ്പർ നോക്കുകയാണെങ്കിൽ -5 ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഔട്ട്പുട്ട് വരിക, അത് നെഗറ്റീവ് നമ്പർ എന്നാണ് വരിക. ഓക്കെ, വെൻ ഇറ്റ് ഈസ് നമ്മളവിടെ പോസിറ്റീവ് നമ്പർ കൊടുക്കുകയാണെങ്കിലോ അവിടെ എന്താ പ്രിൻ്റ് ചെയ്യുക, ഔട്ട്പുട്ട് ഇസ് പോസിറ്റീവ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെസ്റ്റഡ് ഇഫ് ആണ്. നെസ്റ്റഡ് ഇഫ് ഈ പറയുന്നത് പോലെ മേലെ ഞാൻ പഠിച്ചിട്ടുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അവിടെയൊക്കെ നമ്മൾ രണ്ട് കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യുക. സോ നെസ്റ്റഡ് ഈഫിൻ്റെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ നെസ്റ്റഡ് ഈഫ് എന്താണെന്നുള്ളത്, ആൻ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് അനദർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഈഫിൻ്റെ അകത്ത് വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വരിക. ഓക്കെ, ദെൻ ഇത് ചെക്ക് ചെയ്യുന്നത്, ഇത് മെയിൻലി യൂസ്ഡ് ടു ചെക്കിങ് ദ മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. Then it also helps in the complex decision making problems. Okay, അപ്പോൾ എന്താണ് നെസ്റ്റഡ് ഈഫിൻ്റെ സിൻടാക്സ്? ഇപ്പോൾ നമ്മൾ സ്ലൈഡിൽ കാണുന്നത് പോലെ
നെസ്റ്റഡ് ഈഫിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആദ്യം ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ അതിൻ്റെ കണ്ടീഷൻ പറയുന്നു. ആ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ വേറൊരു ഈഫും കൂടെ ആഡ് ചെയ്യുകയാണ് അല്ലേ. എഗെയിൻ ഈഫിൻ്റെ എന്താണോ നമ്മൾ നേരത്തെ പ്രീവിയസ് പഠിച്ചിട്ടുള്ള സിൻടാക്സ് അത് തന്നെ റീപ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നറായിട്ട് ഒരു ഈഫ് കഴിഞ്ഞ് അടുത്തത് വീണ്ടും എന്ത് തന്നെയാണ്, ഈഫാണ്. നേരത്തെ ആണെങ്കിൽ ഈഫ് കഴിഞ്ഞ് നമ്മൾ എൽസ് ആണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഈഫ് കഴിഞ്ഞ് വീണ്ടും ഈഫ് വരികയാണ്. ദെൻ ആ സെക്കൻഡ് ഈഫിന് അതിൻ്റെ എൽസ് ഉണ്ടാവും. അത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈഫിനെ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നെസ്റ്റഡ്, ഒരു ഈഫിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വരിക, അതാണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ് എന്ന് പറയുന്ന പ്രോബ്ലം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാർജസ്റ്റിൽ നമുക്കറിയാം എൻ്റർ ചെയ്യുന്നത് 3 നമ്പർ ABC ആണെങ്കിൽ ആദ്യം കമ്പയർ ചെയ്യുക എനെ ബിനോടാണ്. ഓക്കെ, ആ കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റില്ല, ദാറ്റ് ഈസ് എ ഈസ് ഗ്രേറ്റർ. എന്ത് കൂടെ ചെയ്യണം, സിനോട് കൂടെ നമ്മളത് കമ്പയർ ചെയ്യണം. സോ എഗെയിൻ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് പറയണം. അതായത് ഫസ്റ്റ് ഈഫിൻ്റെ അകത്ത് നമ്മൾ പറയുക എന്താ, ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി. അഗെയിൻ അത് ട്രൂ ആണെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യാണ് ഈഫ് എ ഗ്രേറ്റർ ദാൻ സി. അതായത് എനെ 2 പ്രാവശ്യം നമ്മൾ കമ്പാരിസൺ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് എനെ എന്താക്കാൻ പറ്റുള്ളൂ, ലാർജർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ 2 കണ്ടീഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഗോ ടു എൽസ് ഇഫ് ലാഡർ. എഗെയിൻ ദ സെയിം നമ്മൾ നെസ്റ്റഡ് ഈഫിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഈഫ് ഉണ്ടാവും. ആ ഈഫിൻ്റെ കൂടെ നമ്മളൊരു കണ്ടീഷൻ പറയും. ആ കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ ആ ട്രൂവിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് അത് എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്യാം. പക്ഷെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷനാണ് കൊടുക്കേണ്ടതെങ്കിൽ അവിടെ എന്ത് പറയാം, എൽസ് ഇഫ് എന്ന് പറയാം. സോ എൽസ് ഇഫ് കണ്ടീഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ലാഡർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് പോലെ, ഒരു കോണി പോലെ നമ്മൾ ഈ കാണിക്കുന്നതിനാണ്. അതിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ അതൊരു കോണി പോലെയാണ് വരിക. അതായത് ഫസ്റ്റ് ഈഫ് പറഞ്ഞാൽ പിന്നെ എൽസ് ഇഫ് എന്ന് പറയുമ്പോൾ എൽസ് ഇഫ് നെസ്റ്റഡ് ആയിട്ടല്ല പോവുക, ഒരു സ്റ്റെപ്പ് പോലെയാണ് പോവുക. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് എ എൽസ് ഇഫ് ലാഡർ. അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് വൺ കേസ് എമംഗ് മെനി ബേസ്ഡ് ഓൺ ദ എക്സ്പ്രഷൻ വാല്യൂ. അതായത് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മൾട്ടിപ്പിൾ കേസുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു റിയൽ വേൾഡിൽ തന്നെ മൾട്ടിപ്പിൾ കേസസുകൾ നമുക്ക് ഒരു എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കേസസുകൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഇതൊരു ആപ്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. സോ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ വർക്ക്സ് വിത്ത് ഇൻറ്റീജർ ആൻഡ് ക്യാരക്ടർ കൺസ്റ്റൻസ്. അതെ, നമുക്ക് ഒരു ക്യാരക്ടർ വെച്ചിട്ട് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ വാല്യൂവിനെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. മോർ റീഡബിൾ ദാൻ എൽസ് ഇഫ് ലാഡർ ഇൻ സം കേസസ്. ഓക്കെ, അപ്പോൾ എൽസ് ഇഫ് ലാഡറിലുള്ള ചെറിയ പ്രശ്നങ്ങൾ, അതായത് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുമ്പോൾ ആ ലാഡർ നമുക്ക് എത്ര കണ്ടീഷൻ വരുന്നത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് വെച്ചിട്ട് നമ്മൾ ആ പ്രോബ്ലം എക്സിക്യൂട്ട് ചെയ്യണം. അതിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇൻറ്റ് ഡേ ഈക്വൽ ടു 1. ഓക്കെ, ദെൻ സ്വിച്ച് ഡേ. അപ്പോൾ ഡേയിലേക്ക് വരുന്ന വാല്യൂ 1 ആണ്. 1 ആണെങ്കിൽ കേസ് 1 എക്സിക്യൂട്ട് ചെയ്യും. കേസ് 1 എന്ന് പറയുന്നത് എന്താണ്, പ്രിൻറ്റ് മൺഡേ. ദെൻ ബ്രേക്ക്. അഗെയിൻ ഡേ 2 എന്നാണ് നമ്മളിപ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഇൻറ്റ് ഡേ ഈക്വൽ ടു 2. സോ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ കയറുമ്പോൾ അതിൽ ഡേയിൽ വാല്യൂ എന്താണ്, 2 ആണ്. അപ്പോൾ ആദ്യം ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, കേസ് 1 ആയിട്ട് മാച്ച് ആണോ നോക്കും. ഇഫ് കേസ് 1 മാച്ച് ആണെങ്കിൽ മാത്രമേ മൺഡേ ആവുള്ളൂ. അപ്പോൾ ഹിയർ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ 2 ആണ്. കേസ് 1 നോക്കുന്നു, അത് ഫോൾസ് ആകുന്നു. നെക്സ്റ്റ് കേസ് 2 നോക്കുന്നു, അത് ട്രൂ ആവുന്നു. സോ ബ്രേക്ക് നമ്മുടെ തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. ദെൻ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പിന്നെ അതിൽ വരുന്ന ഒരു ഡിഫോൾട്ട് കേസ് ഉണ്ട്. ആ ഡിഫോൾട്ട് കേസ് എന്നാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഡേ ഈക്വൽ ടു 5 എന്നാണെങ്കിൽ നമ്മളിവിടെ കേസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ എന്തിലേക്കാണ് എക്സിക്യൂട്ട് ആവുക, ഡിഫോൾട്ട് കേസിലേക്ക് എക്സിക്യൂട്ട് ആവും. ഇങ്ങനെ ഒരു കേസ് ഇവാലുവേഷൻ എക്സ്പ്രഷൻ വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെത്. സോ അതൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ നമ്മുടെ ഇപ്പം ഇതൊന്നൊന്ന് കമ്പയർ ചെയ്യാൻ നോക്കുകയാണ്. ദാറ്റ് ഈസ് ഈഫ് എൽസ് വേഴ്സസ് സ്വിച്ച്. ഈഫ് എൽസ് ക്യാൻ യൂസ് റിലേഷണൽ എക്സ്പ്രഷൻ. Switch uses only constant values. Switch is easier
ഫോർ മെനു ഡ്രിവൺ പ്രോഗ്രാം. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആയിട്ട് വരും. അപ്പോൾ പ്ലസ് കാണുമ്പോൾ ആഡ് ചെയ്യണം, മൾട്ടിപ്ലൈ കാണുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസുകൾ വരികയാണെങ്കിൽ വി ചൂസ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് സമ്മറി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെയിൻലി ഡിസിഷൻ മേക്കിംഗ് ഓർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി ആണ്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ ആൻഡ് നെസ്റ്റഡ് ഇഫ് ആൻഡ് സ്വിച്ച്. ദെൻ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ പ്രോഗ്രാമിലേക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ കണ്ടീഷൻ, എത്ര കണ്ടീഷൻസ് ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ. സോ താങ്ക് യു സോ മച്ച്.